പൂരിയും നമ്മുടെ പനീർ മസാല കറിയുമാണ് ഉണ്ടാക്കുന്നത്. ഈ പനീർ ഭയങ്കര ടേസ്റ്റുള്ള ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പൂരി ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, കാരണം പൂരിക്ക് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ ഒരു 1/2 കപ്പ് മൈദ, അങ്ങനെയാണ് പൂരിക്ക് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ടാണ് പൂരി ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാനിത് വീട്ടിലുണ്ടാക്കിയ പനീറാണ്. അത് റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ ഞാൻ എടുത്തുതരാം കേട്ടോ. ഞാൻ ഏതോ ഒരു ഷോർട്സിലോ എന്തെങ്കിലും ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. പനീർ ഞാൻ റിഫൈൻഡ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ബട്ടർ പിന്നെ കുറവാണ് എൻ്റെ അടുത്ത്. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ എടുക്കാം കേട്ടോ. ബട്ടർ ആകുമ്പോൾ ഇതങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്നത്, അതുകൊണ്ടാണ് ബട്ടർ എടുക്കാത്തത്. പിന്നെ റിഫൈൻഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ സഫോല ഗോൾഡാണ് എടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി നല്ലതാണെന്ന് പറയുന്നു, അറിയില്ല. അതൊന്ന് നല്ലോണം ഒന്ന് തിരിച്ചും മറിച്ചും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ലൊരു ബ്രൗൺ കളറാകുന്നവരെ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് അതേ പാനിൽ തന്നെ ഒറ്റ ഏലക്ക, 2 ഗ്രാമ്പു, പിന്നെ കുറച്ച് പെരിഞ്ചീരകവും കൂടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്യുക കേട്ടോ. അതൊന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചിയും 2-3 വെളുത്തുള്ളിയും കൂടി ഒന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കാം കേട്ടോ. മൂപ്പിച്ചെടുക്കുമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കുത്തുന്ന മണമില്ല, അതൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് നല്ലോണം മൂപ്പിച്ചെടുക്കുന്നത് ആദ്യം. ഈ ഉള്ളീൻ്റെ കൂടെ എടുക്കുമ്പം അതങ്ങനെ മൂപ്പാവുന്നില്ല. പിന്നെ നമുക്ക് 2 വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലിയ ഉള്ളി എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ഉള്ളിയാണ്. അത് എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക. അതൊന്ന് നല്ലോണം ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ നമുക്ക് ഒരു തക്കാളി, വലിയൊരു തക്കാളിയും ഒരു 3-4 പിന്നെ നമ്മുടെ കാഷ്യും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്യുക കേട്ടോ. ഇത് നല്ലോണം ഒന്ന് സോഫ്റ്റാണ്. നല്ലോണം സോഫ്റ്റ് ആകുന്നവരെ നമ്മൾ ആകണം. നിങ്ങൾക്ക് സോഫ്റ്റ് ആവാൻ നേരം കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുത്താലും മതി കേട്ടോ. പിന്നെ നമുക്ക് ഇത് അരക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് തണിയാൻ വെക്കാം കേട്ടോ. പിന്നെ ഞാൻ ആ പാന് തന്നെ ഒന്ന് ചൂടാക്കാണ്ട്, സ്റ്റൗ കത്തിക്കാണ്ട് തന്നെ ഞാൻ മുളക്, മഞ്ഞൾ, നമ്മുടെ പിന്നെ മല്ലിപ്പൊടി, കുറച്ച് ഒരു പിഞ്ച് ഗരം മസാലയും കൂടി എടുത്തിട്ട് എന്നിട്ട് ഞാൻ സ്റ്റൗ ഒന്ന് കത്തിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്ക് ഈ മിക്സിയിൽ അരച്ച് വെച്ച് അരപ്പെടുത്തിട്ട് അതിലേക്ക് ഒഴിക്കാം കേട്ടോ. അതിന് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് സിമ്മിലൊന്ന് തിളച്ച് വരട്ടെ. അപ്പം നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നാൽ നല്ലതാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ നമ്മുടെ ഫ്രഷ് നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 സ്പൂൺ യോഗോട്ടും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പുളിയുള്ള തൈര് പറ്റൂല കേട്ടോ, യോഗോട്ട് തന്നെ എടുക്കണം നിങ്ങൾ. പിന്നെ അതെടുത്തിട്ട് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ പനീർ അതിലേക്ക് ഇടുക. പിന്നെ കുറച്ച് കസ്തൂരി മെത്തി എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ. അത് വലിയ വിലയൊന്നുമില്ല. അതും കൂടി ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ഗാർണിഷ് ചെയ്യുന്ന പോലെ അതിന് മേലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് ചപ്പാത്തിക്ക് നല്ല ഒരു കോമ്പിനേഷനാണ്. പൂരി, ചപ്പാത്തി, പൊറോട്ട ആയാലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഈ കറി ഉണ്ടാകുന്നത്. നമുക്കൊരു ഇനി സെർവിങ് ബോളിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ഇതിന് പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു പീസ് ബട്ടർ ഇടാം കേട്ടോ. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബായ്.